ആ പാല് നല്ല രോമമുള്ള പൂടയുള്ള പൂച്ചയ്ക്ക് 21 ദിവസം രാവിലെ ഓരോ തുടം കൊടുക്കുക. എന്ന് പറഞ്ഞാൽ 50 മുതൽ 60 മില്ലി വരെ കൊടുക്കുക. 21ാമത്തെ ദിവസം ആ പൂച്ചയുടെ ശരീരത്ത് ഒരു രോമം പോലും കാണില്ല, ഗ്യാരണ്ടിയാണ്. അതെ, മനസ്സിലായോ? മുടി കൊഴിച്ചിലിന്റെ കാരണം എന്തുവാ? പാലുകുടി, ചായ കുടി. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമേ തിരക്കിയതായിരുന്നു, എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ വളരെ ചോദിച്ച് പാല് അപ്പൊ പറഞ്ഞു ഇവിടെ പശു ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പോരട്ടെ എന്നും പറഞ്ഞു. ഇല്ല, കുടിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു നേരം ചായ കുടിച്ചില്ലെന്ന് വെച്ച് കുഴപ്പമില്ല, പക്ഷെ അസിഡിറ്റി ഉണ്ടാക്കണ്ട. മുടി കൊഴിച്ചിലുള്ള എല്ലാ ആൾക്കാർക്കും അസിഡിറ്റി ഉറപ്പാണ്. അസിഡിറ്റിയാണ് മുടി കൊഴിച്ചിന്റെ മെയിൻ കാരണം. കണ്ട, മുടി കൊഴിച്ചുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. മുടി കൊഴിച്ച് തുമ്മലുള്ളവര്, മൂക്കിനകത്ത് അലർജി, തുമ്മല്, ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അസിഡിറ്റി ഉറപ്പാണ്. അവര് ചായ കുടിക്കാമെങ്കിൽ മുടി എപ്പോ പോയി എന്ന് വെച്ചാൽ മതി. അപ്പൊ ചില ആണുങ്ങളൊക്കെ വലിയ വീം പിടിക്കും. എന്തോന്നറിയോ, ഞാൻ ഇന്ന് 8 ചായ കുടിച്ച് 10 ചായ കുടിച്ച് ഇതൊക്കെ പറയത്തില്ലേ, അവരെ തലയിലോട്ട് നോക്കിയാൽ മതി, കഷണ്ടി ആയിരിക്കും. അതായത് ഒരു ഇതും വേണ്ട. അസിഡിറ്റി ആർക്കുണ്ട്? മുടി. കാരണം അസിഡിറ്റി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? അവന്റെ വയറ്റിൽ കഴിച്ച ആഹാരം ദഹിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു മരുന്നിന്റെയും പുറകെ പോണ്ട. അത് ദഹിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നതിനൊരു വഴിയുണ്ട്. എങ്ങനെയാണെന്നറിയോ? രാവിലെ കക്കൂസി പോകുമ്പോൾ മലം വെള്ളത്തിന്റെ പുറത്ത് പൊങ്ങിക്കിടക്കണം. കിടക്കുന്നത് പറഞ്ഞാൽ അർത്ഥം കഴിച്ച ആഹാരത്തിലെ പോഷക വിറ്റാമിൻ എല്ലാം വലിച്ചു. നേരെ അങ്ങ് താഴെ പോവാന്നെങ്കിൽ അവൻ അസിഡിറ്റി ഉറപ്പ്, അവൻ ആഹാരം ദഹിച്ചില്ല. മട്ടനും ചിക്കനും തിന്നാലും ഇത് പൊങ്ങി കിടക്കില്ല, പിറ്റേന്ന് അവന്റെ മലം താന്ന് തന്നെ നടക്കും. അല്ല, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ മട്ടനും ചിക്കനും ദഹിക്കുന്നില്ല. ദഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കഴിച്ചോട്ടെ. അപ്പൊ മട്ടനും ചിക്കനും കഴിക്കാൻ പാടില്ലാത്ത ആരാണ്? അതിരിച്ചുള്ള കഴിക്കാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്, പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ അവൻ മട്ടൻ തിന്നേച്ച് പിറ്റേന്ന് നേരം വെളുക്കും കക്കൂച്ചി പോകുമ്പോൾ മലം വെള്ളത്തിന് പുറത്ത് പൊങ്ങി കിടക്കുവാൻ അവൻ ധൈര്യമായിട്ട് കഴിക്കാം. സിമ്പിൾ മെത്തേഡ്. മീൻ ഇറച്ചി തിന്നാം. അപ്പോ പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഇഷ്ടംപോലെ മട്ടനും ചിക്കനും ഒക്കെ കഴിച്ചോരാ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മക്കാണെങ്കിലും ഇപ്പൊ പ്രസവിക്കുന്നില്ലേ? നമ്മുടെ വയറ് ശരിയല്ല. ശരിയാണോ ഇല്ലയോ ചെക്ക് ചെയ്യാനായിട്ട് ഒരു സ്കാനിങ് മെഷീനും വേണ്ട. വേണം, രാവിലെ ഒന്ന് നോക്കിയാൽ 300 കൊണ്ട് കൊടുക്കണ്ടല്ലോ അവിടെ. ഏത് രോഗത്തിന്റെയും എന്തിന്റെയും അടിസ്ഥാനം വയറാണ്. വയറ് ശരിയായിട്ട് കൊടുക്കാമോ, അതിനാണ് ഭഗവാന് കൊടുക്കുന്ന നിവേദ്യമായിട്ട് വേണം ആഹാരം കഴിക്കാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഭഗവാന് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്ത് ആഹാരം നമ്മൾ ഓണത്തിനൊക്കെ സദ്യ വിളമ്പുമ്പോൾ നമ്മൾ വിളമ്പിയില്ലേ? വിളമ്പുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഭഗവാന് വെക്കും. മട്ടൻ ചിക്കൻ വെക്കുന്നതിനന്ന് വെക്കുവോ? വെക്കത്തില്ല. കാരണം എന്താ? ഭഗവാന് മട്ടൻ കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഭഗവാനെ തൽക്കാലത്തേക്ക് മാറ്റും, നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? സത്യമല്ലേ? ശരിയോ തെറ്റോ? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ദഹിക്കുന്നോ ഇല്ലയോ എന്ന് ആദ്യം അറിയട്ടെ. ഒറ്റ വാചകം. അപ്പൊ അസിഡിറ്റി ഉള്ളവരാരും, ഇനി അസിഡിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയുന്നതൊക്കെ ആദ്യമേ ഉണ്ടാവുന്നെന്ന് നോക്കണം. ഗ്യാസ് മൂത്ത് അസിഡിറ്റി മൂത്ത് അൾസർ മൂത്ത് പെപ്റ്റിക് അൾസർ ഇസിക്കൽ ടു ക്യാൻസർ. എന്നിട്ട് റൂട്ട് നേരെ പോട്ടെ. ഇപ്പൊ ഇവിടെ അൾസർ വരെയൊക്കെ ആവുമ്പോഴത്തേക്ക് അലോപ്പതിക്കാർ പറഞ്ഞു തുടങ്ങി എന്തുവാണ്? ക്യാൻസർ. അങ്ങോട്ടൊക്കെ പോയി. കാരണം മലദ്വാരത്തിന്റെ അവിടെയൊക്കെ ഇച്ചിരി ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഇച്ചിരി ഇങ്ങനെ പിരിപിരിയാന്നൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അവർ പറയും ക്യാൻസർ എന്ന് പറയും. പിരിപിരിയാന്നൊക്കെ ഇരിക്കും. ഈ താഴോട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ ക്രാക്കായി താഴോട്ട്. ഇപ്പൊ മിക്കവാറുള്ള ചെറുപ്പക്കാർക്കെല്ലാം ഉണ്ട്. അതോ തിന്നുന്നതിന്റെയൊക്കെ അനുഭവിക്കും. എങ്ങനെ നേരാമണം തിന്നുക? അപ്പൊ ഒരു കുഴപ്പമില്ല. മലദ്വാരത്തിന്റെ താഴെ നെല്ലിക്ക പോലെ അല്ലെങ്കിൽ ഒരു ഇത്രയും വണ്ണമുള്ള ഏതെങ്കിലും ഒരു കുരു താഴോട്ട് വന്ന് ഇറങ്ങി വരികയും അത് പിന്നെ തന്നെത്താനെ കയറിപ്പോവുകയും, അല്ലെങ്കിൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ തന്നെത്താനെ കയറിപ്പോ വരുമ്പോഴത്തേക്ക് നെല്ലിക്കയുടെ അത്രയായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനെ ഞെക്കി കരുവി മേലോട്ട് തള്ളിയിടുകയും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പൈൽസ് എന്ന് പറയും. മനസ്സിലായോ? അതാണ് പൈൽസ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ തന്നെ ഇന്റേണൽ പൈൽസ് ഉണ്ട്. അതാണെന്നറിയോ? ഇതിനകത്തുനിന്ന് മലം ഇങ്ങനെ തേറയായിട്ട് വരും, ചരിഞ്ഞു വരും. കക്കൂസി പോകുമ്പോൾ ചരിഞ്ഞു വരികയും അതിനോടൊപ്പം മലം പോയതിനു ശേഷം ചോര വരികയും ചെയ്യും. കക്കൂസി പോയതിനു ശേഷം പിന്നാണ് ബ്ലഡ് വരുന്നത്. അതിനും നമുക്ക് ഇന്റേണൽ പൈൽസ് എന്ന് പറയും. എന്നാൽ അൾസർ എന്ന് പറഞ്ഞാൽ ഇതല്ല.
കുടലിനകത്ത് കുരുക്കളുണ്ടാവുന്നു, വ്രണമാവുന്നു. വ്രണമായിട്ട് ചിലപ്പോൾ ചളിയും അഴുക്കും ഒക്കെ പോകും. ചിലർക്ക് വയറുവേദന എടുക്കും, അടിവയറ്റിൽ വേദന എടുക്കും. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്കുള്ള ചുണ്ടിന്റെ ഇവിടെ ഇങ്ങനെ കുരു വരികയോ നാക്കേലെ തൊലി പോവുകയോ ഇവിടെ ഇങ്ങനെ കുരുക്കൾ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൾസർ. മനസ്സിലായോ? ഇനി ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിന്റെ നേരെ ബാക്കിലോ അതിന്റെ തൊട്ട് മേലുവശത്തും അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ ഈ സൈഡിൽ ഫ്രണ്ട് സൈഡിൽ തൊട്ട് മേലുവശത്തും ഒരു ചെറിയ കുരു ഉണ്ടാകുകയും ആ കുരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ചില മാസത്തിലോ ചിലപ്പോൾ 6 മാസത്തിലോ ഒരിക്കൽ ആ കുരു ചുവന്നു വന്നിട്ട് പൊട്ടി പഴുപ്പും വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ആ പഴുപ്പ് പോകുന്നതിന് ഒരു നാറ്റവും അതിന് കൊല്ലെ കൂടെ മലത്തിന്റെ വരെ ഗന്ധം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില സമയങ്ങളിൽ അതിൽ കൂടെ മലവും വരാറുണ്ട്. അങ്ങനെ വരുന്നെങ്കിൽ മനസ്സിലായിക്കോളും അത് ഫിസ്റ്റുല എന്ന് പറയും. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് ഇനി ഫിഷർ. ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെ 4 വശവും തടിച്ച് മലം പോകുമ്പോൾ ഇങ്ങനെ ക്രാക്ക് ആയതുപോലെ തോന്നുകയും ചോരയൊന്നും വരികയില്ല. ഭയങ്കര ബുദ്ധിമുട്ട് പോയിരിക്കുമ്പോൾ അരമണിക്കൂറൊക്കെ സമയം പിടിക്കുകയും അതിങ്ങനെ കട്ടിയായിട്ടിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിന് ഫിഷർ എന്ന് പറയും. മനസ്സിലായല്ലോ? ഇത് 4-നും 4 വകുപ്പ്. ഇതിൽ ഏറ്റവും ഭയാനകരമാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾസറാണ്. പൈൽസ് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. പിന്നെ പൈൽസിന്റെ ദോഷം, പൈൽസിന് മരുന്നില്ല. എല്ലാവരും പറയുന്നില്ലേ ഞാൻ മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്തു തരാം, മറ്റേതില്ലാതെ ചെയ്തു തരാം. ഒരുത്തരും ചെയ്തത് കാണിച്ചിട്ട് പോയിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടിക്കാൻ കൊടുക്കണം. മാറാ രോഗങ്ങളിലാണ് ആയുർവേദം പൈൽസിനെ പെടുത്തിയിരിക്കുന്നത്. ഇതാർക്കും അറിയില്ല. കാരണം കണ്ടിച്ചാലോ ഞാൻ കെട്ടിയാലോ പിന്നെയും വരും. ഇത് സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞരമ്പാണ് വളർന്നു വരുന്നത്. നമ്മുടെ മലദ്വാരത്തിന്റെ തൊട്ട് മേളിൽ ഒരു മസിൽ ഇരിപ്പുണ്ട്. അതിന് ഹാർട്ടിനെയും കാട്ടിയും വലിയ കഴിവാണ് ആ മലദ്വാരത്തിന്റെ മേലിരിക്കുന്ന മസിലിന്. മറക്കരുത്, ഹാർട്ടിന് ഇത്രയും ജോലിയില്ല. ഹാർട്ട് നമ്മുടെ ആ കൊറോണറി ആർട്ടറി ഉണ്ട്. ഒരു മിനിറ്റിൽ 80 മില്ലി രക്തം കൊറോണറി ആർട്ടറി കൂടെ കയറി പോകുന്നുണ്ട്, അറിയാലോ. അവൻ പോയി ഇടിക്കുന്നതാണ് നമ്മുടെ പമ്പിങ് നടക്കുന്നത്. പക്ഷേ മലദ്വാരത്തിന്റെ തൊട്ട് മേലിരിക്കുന്ന മസിലിന് 6 ഞരമ്പുകളുണ്ട്. ഈ 6 കുരു വരെ താഴോട്ട് വരാം ആൾക്കാർക്ക്. അന്നേരം ഇങ്ങനെ പൂ പോലെ വരും, ഓരോന്നിറങ്ങി വരും. ആ വരുന്നതിന് 6 ഞരമ്പുകളും വളർന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ജോലി എന്തോന്ന് നോക്കണം. നമുക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ഇടിച്ചു കയറത്തുള്ളൂ രക്തം. കണ്ട, മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടി ഇപ്പൊ കക്കൂസി സമയം എന്ന് പറയുമ്പോൾ അവിടുന്ന് മെസ്സേജ് കിട്ടി. അപ്പൊ അവൻ അതിനകത്ത് അന്നേരം മാത്രം രക്തം കയറ്റണം. എന്നിട്ട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ വാൽവാണേ അത് ഓപ്പണും ഓഫും അല്ലേ, ഓണും ഓഫും അല്ലേ. മലം പോയതിനു ശേഷം അടയ്ക്കാൻ പറയുമ്പോൾ തിരിച്ചു പിടിക്കണം ആ രക്തത്തെ. അല്ല, മനസ്സിലായ? അപ്പൊ എന്നെങ്കിലല്ലേ അറിയുള്ളൂ എത്ര വലിയ ജോലിയാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ ഹൃദയത്തിനെയും കാട്ടിയും ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന സ്ഥലം എവിടെയാണ്? മലദ്വാരമാണ്. അവിടെ രോഗങ്ങൾ ഉണ്ടാവരുത്. അവിടെ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളും രക്ഷപ്പെടാം. അപ്പൊ വായും മലദ്വാരവും ഇത് 2 ഭയാനകരമാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല സാധനങ്ങൾ ഇറക്കാൻ പോയി മൂക്കെന്നെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്, എന്നാ പുറകെ വെച്ച് വെപ്പരായിരുന്നു. കാരണം വായിൽ അടുത്തോട്ട് കൊണ്ട് ചെല്ലുന്നവന്റെ സ്മെല്ല് അറിയണം അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതിനാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. തമ്പുരാന്റെ സൃഷ്ടിയെ ഒരു ഭയങ്കര വലിയ ഒരു എഞ്ചിനീയറിംഗ് പുള്ളിക്കാരൻ. ഇതിനെയൊന്നും ചികിത്സിക്കാനോ ഇതിനെയൊന്നും പഠിക്കാനോ ഒരുത്തരും ജനിച്ചിട്ടില്ല. പറ്റുമോ? അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കണം, ഭയങ്കരമാണിത്. ഇപ്പൊ ഇങ്ങോട്ട് ഇറക്കുന്നതും കഴിക്കുന്നതും പുറകെ കൂടെ പോകുന്നതും ഈ 2 സാധനം നിങ്ങളൊന്ന് സേഫ്റ്റിയാക്കി വെച്ച് നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല. കഴിക്കുന്നത് നിങ്ങൾ നിവേദ്യമായിട്ട് കഴിക്കുക. അതിനങ്ങ് ആചാര അനുഷ്ഠാനങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. ആ ആചാരങ്ങളെല്ലാം നമ്മൾ ആരെ പുറകെ പോയി? മോഹൻലാല്